ഹരി ഓം ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശാസ്താവിൻ്റെ ഒരു പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമായി ആ ശ്ലോകം ചൊല്ലാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഇനി ഇതിൻ്റെ പദങ്ങൾ ഓരോന്നായി എടുത്ത് അത് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭൂതനാഥ എന്ന് പറയുമ്പോൾ സർവഭൂതങ്ങളുടെയും നാഥനായിട്ടുള്ളവൻ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭൂതനാഥൻ എന്ന് പറയുമ്പോൾ ശിവനും ഭൂതനാഥൻ എന്ന് പേരുണ്ട്. ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തിൽ ഭൂതനാഥ എന്ന് പറയുമ്പോൾ ശാസ്താവ് എന്നർത്ഥം എടുക്കണം. സദാനന്ദ, എല്ലായ്പ്പോഴും സന്തോഷമുള്ളവൻ, ആനന്ദസ്വരൂപനായ ഭഗവാൻ എന്നർത്ഥം. സർവഭൂത ദയാപര, സർവഭൂത എന്ന് പറയുമ്പോൾ എല്ലാ സകല ഭൂതങ്ങളിലും സകല ചരാചരങ്ങളിലും എന്നർത്ഥം. ദയാപര, കരുണയുള്ളവൻ. അപ്പോൾ അവിടെ പര എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്, ആ പദം അവിടെ വന്നിരിക്കുന്നത് അതിനെ ഏറ്റവും അധികം എന്ന് കാണിക്കാനുള്ള ആയിട്ടാണ് ദയാപര എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളിലും ഏറ്റവും അധികം കരുണയുള്ളവനായ ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ രക്ഷ രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള അർത്ഥം. രക്ഷിക്കണേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നതാണ് രക്ഷ എന്നുള്ളത്. മഹാബാഹോ എന്ന് പറയുന്നത് അർത്ഥം ഉത്തമ പുരുഷൻ എന്നുള്ള അർത്ഥമാണ് മഹാബാഹു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്ത്രേ എന്ന് പറയുമ്പോൾ അവിടെ ശാസ്ത്ര ശബ്ദത്തിൻ്റെ ആ ഒരു നമ്മൾ ശാസ്താവിനായിക്കൊണ്ട്, ഇപ്പം സംസ്കൃതത്തിൽ പറയുമ്പോൾ ചതുർത്ഥി വിഭക്തിയിൽ അത് വരും. ഇപ്പോൾ ശാസ്ത്രേ, ഇപ്പോൾ നമ്മൾ ദേവിയെ പറയുമ്പോൾ ശ്രീമാത്രേ നമ എന്ന് പറയാറുണ്ടല്ലോ ലളിതാ സഹസ്രനാമത്തിൽ പറയുമ്പോൾ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശാസ്താവിനായിക്കൊണ്ട് അവിടത്തേക്ക്, തുഭ്യം എന്ന് പറയുമ്പോൾ അവിടത്തെ എന്നാണ് അർത്ഥം. അവിടത്തെ നമോ നമഃ, ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നുകൂടെ പൂർണ്ണമായിട്ടും ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശാസ്താവ്, ഭൂതനാഥൻ, സകല ഭൂതങ്ങളുടെ നാഥനായ ശാസ്താവ്, എല്ലായ്പ്പോഴും ആനന്ദസ്വരൂപനായിട്ടിരിക്കുന്നവൻ, സർവഭൂതങ്ങളിലും ഏറ്റവും അധികം കരുണയുള്ളവനും ആയ ഉത്തമ പുരുഷനായ ശാസ്താവിനായിക്കൊണ്ട് ഞാൻ നമസ്കാരം പറയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞിട്ട് നമുക്ക് ശരണമന്ത്രവും ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ആ ശ്ലോകം ചൊല്ലി പൂർത്തിയാക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. സർവം ഗുരുപവനപുരേശ്വരാർപ്പണമസ്തു.